ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേയേറെ വിത്തുകൾ എൻ്റെ ഇക്ക ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പയറും അവരയ്ക്ക, വള്ളിപ്പയർ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനല്ലാതെ എൻ്റെ കൈ കൊണ്ട് കുറച്ച് വിത്തുകൾ, ചീര, ഇത് പുളിയൻ ചീരയാണ് കേട്ടോ. അത് നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ഇടുന്നുണ്ട്. ഇതിൻ്റെ വളർച്ച അപ്ഡേഷൻ മുതൽ എങ്ങനെയാണ് കറി വയ്ക്കുന്നത് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരാഴ്ചയ്ക്കകം ഞാനത് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് വളർന്നു വന്നു. ഇതിനെ പ്രത്യേകിച്ച് ഞാൻ വളമൊന്നും ഇട്ടില്ല, ചാണകപ്പൊടി മാത്രമാണ്. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പോട്ടിങ്സ് തന്നെയാണ്. അതുകൊണ്ട് അതിലേക്ക് പ്രത്യേകം വളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. കുറച്ച് ചാണകപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിനെ വിത്ത് അതിലിട്ടത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി തറയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ ബഡ്സുകളൊക്കെ വന്നു തുടങ്ങി. ഇഞ്ചി തറയിൽ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് തറയിൽ വെച്ച് നോക്കിയത് കേട്ടോ. അത് നല്ല രീതിയിൽ ബഡ്സൊക്കെ വന്ന് അതൊന്ന് സ്പ്രെഡായി വരും. ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ ഗ്രോ ബാഗിൽ വയ്ക്കണം. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ, ഞാൻ കോവയ്ക്ക കുഴിപ്പള്ളത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നല്ലോ. അപ്പോൾ അതിന് വള്ളി ഞാൻ സാധാരണ എൻ്റെ മറ്റുള്ള ചെടികളെ കൂടെ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് തനിയെ പെട്ടെന്ന് വള്ളി വീശാൻ തുടങ്ങി. അപ്പോൾ അതിന് ഇനി ഞാൻ ഇരുമ്പിൻ്റെ ഫ്രെയിം കൊണ്ടുവരുന്നവരെ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് അതിനിപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിരുന്ന നമ്മുടെ പഴയ തൂണുകളുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് അത്ര മോശമല്ലാത്ത 2 തൂണെടുത്തുകൊണ്ട് വന്നാണ് അതിന് ഊന്ന് കൊടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി വെറുതെ നശിച്ചു പോകും. കോവയ്ക്കയുടെതൊന്നും പെട്ടെന്ന് നമുക്ക് എല്ലാ നഴ്സറിയിൽ നിന്നും കിട്ടാറില്ല. ഇത് ഒരുപാട് തവണ പോയാണ് എനിക്ക് ഒരിക്കൽ കോവയ്ക്കയുടെ ഈ തൈയല്ല, കമ്പ് വെച്ച് മുളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്നിന് 50 രൂപ വെച്ചാണ് അവർ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് നല്ല വലിയ കോവയ്ക്കാണ്. ഇത് കണ്ടില്ലേ, ഇത് കീരിയാണ് കേട്ടോ. നമ്മളവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്ന കീരിയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാറുണ്ട്. അതുകൊണ്ട് ഇവിടെ പാമ്പിൻ്റെ ശല്യം അധികം ഉണ്ടാവാറില്ല. നമ്മുടെ വിളയിൽ നിന്ന് അപ്പുറത്തെ സൈഡിലെല്ലാം കാട് പോലെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ പാമ്പുള്ളതുകൊണ്ട് ഇത് വരും. അതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ വൃത്തിയാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ സൈഡിൽ ഇതുവരേക്കും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല. കാണാതിരിക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളുത്തുള്ളി, മണ്ണെണ്ണയൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാറുണ്ട് കേട്ടോ, പാമ്പ് വരാതിരിക്കാൻ. അതുകൊണ്ട് അതുമല്ല, ഈ കീരിയുള്ളിടത്ത് അധികം പാമ്പും വരാറില്ല. നമ്മൾ അതിനെ ഒന്നും ചെയ്യില്ല, അത് വന്നിട്ട് പോട്ടെ. നമ്മൾ വീട്ടിലിരുന്ന ഫുഡ് വേസ്റ്റൊക്കെ അതൊന്ന് കഴിക്കാറുണ്ട് കേട്ടോ. പൂച്ച, പട്ടി, ഇതുപോലെയുള്ള സാധനങ്ങൾ, കാക്ക, അണ്ണാൻ, എല്ലാം വന്ന് നമ്മൾ വീട്ടിൽ രാത്രി ചോറ് വല്ലതും ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് കറി വയ്ക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പാത്രത്തിലോ ഇലയിലോ ആക്കി അവിടെ കൊണ്ട് വെച്ച് കൊടുത്താൽ ഇതെല്ലാം വന്ന് കഴിച്ചിട്ട് പോകും. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ അങ്ങോട്ട് വെറുതെ കളയാതെ, ഭക്ഷണം വേസ്റ്റാക്കാതെ ഇതുപോലെ കൊടുത്താൽ ഇതുപോലെയുള്ള ജീവികളൊക്കെ വന്ന് കഴിച്ചിട്ട് പോകും. നമ്മളെ വീട്ടിൻ്റെ ഏത് അയൽവക്കത്ത് പാമ്പോ അങ്ങനെയുള്ളൊരു സാധനം വരാൻ പോലും സമ്മതിക്കുകയില്ല കേട്ടോ. അങ്ങനെ 3 കമ്പാണ് കൊടുത്തത് കേട്ടോ. 3 കമ്പ് കൊടുത്തു. എന്നിട്ട് ഞാനും ഇക്കായി മോനും കൂടെ ചേർത്താണ് ഈ വാരം തോണ്ടിയത് കേട്ടോ. കാരണം അത് അവിടെയാണ് നമുക്ക് ഈ കോവയ്ക്കയും പയറും ഒക്കെ വെക്കാനുള്ളത്. ഇത് വന്ന് പാവയ്ക്കയാണ്, തനിയെ മുളച്ച് വന്നതാണ് കേട്ടോ തറയിൽ. ഇതിനു മുമ്പേ കൃഷി ചെയ്തതിൻ്റെ വിത്ത് താഴെ വീണ് മുളച്ച് വന്നതാണ്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി തന്നതാണ് കേട്ടോ. കുഞ്ഞു എന്ന് പറയുന്നത്, കുഞ്ഞു ചേച്ചി എന്നാണ് പേര്. എനിക്ക് യഥാർത്ഥ പേരെന്താണെന്ന് അറിയില്ല. ആ ചേച്ചി തന്ന കോവയ്ക്കാണ്. അപ്പോൾ അത് ഞാൻ ഇതിനു മുമ്പേ ചട്ടിയിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വിള വൃത്തിയാക്കുന്നതിന് മുമ്പേ അത് ഫുള്ള് സ്പ്രെഡായിട്ടിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ആൾ. വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചില്ല അത് വളർന്നു വരുമെന്ന്. കോവയ്ക്ക അങ്ങനെയാണ്, നമ്മൾ എത്ര വെട്ടി കളഞ്ഞിരുന്നാലും ചെറിയ ഒരു തണ്ടുണ്ടെങ്കിൽ അത് മുളച്ച് വന്നോളും കേട്ടോ. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന അടിവളം കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്താണ്. നേരത്തെ എടുത്ത കുഴിയിൽ ചാണകപ്പൊടി നേരത്തെ ഇട്ട് മിക്സാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടെയാണ് ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും കൂടെ അടിവളം. അപ്പോൾ അടിവളം എങ്ങനെയാണോ നല്ലതുപോലെ ഇടുന്നത് അതനുസരിച്ച് ഇത് വളരും കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. കോവയ്ക്കൊക്കെ നന്നായിട്ട് പിടിച്ച് പടർന്നു വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പന്തലാണ്. ഇനി ഈ 3 തൂണോട് ചേർന്ന് 3 കമ്പി കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ, ഇരുമ്പിൻ്റെ കമ്പി. അത് നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് പ്ലാസ്റ്റിക് വെച്ച് ചുറ്റി അങ്ങ് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കൊണ്ട് തുരുമ്പടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്ന കോവയ്ക്ക, വള്ളിപ്പയർ ഇതിനൊക്കെ വേണ്ടി ഒരു ചെറിയ പന്തൽ നമ്മളിപ്പോൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കോവയ്ക്ക എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും ഇക്കാക്കും ഒക്കെ നല്ല ഇഷ്ടമാണ്, എനിക്കും. അപ്പോൾ അതിന് കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്താണ് വളർത്തുന്നത് കേട്ടോ. മെഴുക്ക് പുരട്ടിയായിരുന്നാലും തോരനായിരുന്നാലും അവർക്ക് നല്ല ഇഷ്ടമാണ്. കൊണ്ടാട്ടം പോലെ ചെയ്ത് കൊടുത്താലും കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് അതിനങ്ങനെ ചെയ്യുന്നത്. ഇത് എൻ്റെ മോന് വാഴയ്ക്ക് തടം എടുത്ത് കൊടുക്കുകയാണ് വെള്ളം പോകാൻ വേണ്ടി. വാഷിംഗ് മെഷീനിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലേക്ക് വാഴയ്ക്ക് പോകുന്ന രീതിയിൽ മോനാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. എന്നെ അവന് സമയം കിട്ടുന്ന നേരത്തൊക്കെ എന്നെ ഒന്ന് സഹായിക്കും. ഞാനും അധികം അവനെ ബുദ്ധിമുട്ടിക്കാറില്ല, കാരണം 8ാം ക്ലാസ് പഠിക്കുന്നതാണ്. ഞാനങ്ങനെ വിളിക്കാറില്ല. അവന് പഠിച്ച് കഴിയുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് എനിക്ക് ഗാർഡനിൽ വെള്ളം ഒഴിച്ച് തരും, ചെടി നടാനൊക്കെ എന്നെ സഹായിക്കും, ചോദിക്കും. പിന്നെ അങ്ങനെ അവിടെ വള്ളിപ്പയർ നട്ടായിരുന്നു കേട്ടോ. വള്ളിപ്പയറും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് കുടുംബത്തിൽ എന്താണോ കുട്ടികൾക്കും ഭർത്താവിനും അല്ലെങ്കിൽ എന്താണോ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ അത് മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞ് വല വാങ്ങിയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഫ്രെയിം അടിച്ചിരുന്നാലും സ്ക്വയർ പോലെ നമ്മൾ ചതുരത്തിൽ നമ്മൾ പന്തൽ ചെയ്തിരുന്നാലും അതിൽ നമ്മൾ ഈ വല ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ തൽക്കാലമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മുറിച്ച് ഇതിന് വല കെട്ടുകയാണ് ചെയ്യണം കേട്ടോ. നമ്മൾ 3 കമ്പ് വെച്ചായിരുന്നല്ലോ, അതിലേക്ക് ഇതുപോലെ വിരിച്ച് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ പിടിച്ച് കയറട്ടെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇരുമ്പിൻ്റെ പന്തൽ ചേർത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കൊത്തമരയുടെ വിത്ത് അതിലുണ്ടായതാണ്. അതിനെ ഞാൻ അതിലിട്ട് കൊടുത്തു. അത് അവിടെ തന്നെ കിടന്ന് മുളച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിന് ചുവട്ടിൽ കുറച്ച് ഞാൻ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇത് ഒരു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കോവയ്ക്ക വലയിൽ പിടിച്ച് കയറി തുടങ്ങി. കൊള്ളാൻ നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ. അടിവളം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി ചേർത്തിടും. അപ്പോൾ ഇത് നമ്മൾ ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ചട്ടിയിലായിരുന്നാലും തറയിലായിരുന്നാലും ഇതുപോലെ വരുന്ന കളച്ചെടികളെയൊക്കെ നമ്മൾ പറിച്ച് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ചെടിക്കുള്ള വളം മുഴുവനും അത് എടുത്ത് വളരും കേട്ടോ. പിന്നെ കോളിഫ്ലവർ ഞാൻ ഒടിച്ചെടുത്തതിൻ്റെ ബാക്കി ഭാഗത്ത് നിന്ന് വീണ്ടും വേറെ ചെറുതായിട്ട് മുളച്ച് വരുന്നതാണ്. പിന്നെ രമ്പയിലേക്ക് ഒന്ന് പോയതാണ്. ഇതിലിപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് രാവിലെ ഇപ്പോൾ നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ ജോലിയാണ് കേട്ടോ. മെയിൻ ഗാർഡൻ, കിച്ചൺ ഗാർഡൻ, ബാൽക്കണി ഗാർഡൻ, സിറ്റ് ഔട്ടിൽ, അങ്ങനെ എല്ലാ ജോലിയും നോക്കണം. കുട്ടികളെ ജോലി എനിക്കിങ്ങനെ ഇപ്പോൾ ബിസിയാണ് കേട്ടോ. എനിക്ക് ചിന്തിക്കാനെടുക്കാനൊന്നും സമയമൊന്നുമില്ല. പറയുന്നവരൊക്കെ ഒരു മൂലയിലിരുന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ. നല്ല ഇതിനെ ഇവിടെ വൃത്തിയാക്കുന്ന സമയത്ത് തറയിൽ ഇതിൻ്റെ വള്ളി പോയി അവിടെ 5-6 കിഴങ്ങ് വന്നു കേട്ടോ. അത് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നു. ഏതാണ് ഇവിടെ വൃത്തിയാക്കാൻ വന്ന ചേട്ടനാണ്, അതെല്ലാം മാമനാണ് ഇളക്കിയെടുത്ത് മാല പോലെ വന്നു കേട്ടോ. നിറയെ ഉണ്ടായിരുന്നു അതിൽ മധുരക്കിഴങ്ങ്. അതുകൊണ്ട് അത് ഞാൻ ചട്ടിയിലും തറയിലും വെച്ചു. ഇത് നമ്മുടെ റോയൽ ബ്ലാക്ക് മുളക്, ഇത് വഴുതനങ്ങ ചെറിയതായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതിന് തടം എടുത്ത് കൊടുത്ത് കഞ്ഞിവെള്ളവും പിന്നെ അതുപോലെ അരി കഴുകിയ വെള്ളം, വെജിറ്റബിൾ കഴുകിയ വെള്ളം, വെജിറ്റബിൾ പീലൊക്കെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ കുഴിപ്പുള്ളത്തുനിന്ന് വാങ്ങിയ വഴുതനങ്ങയാണ് കേട്ടോ. അതിലും ഒരുപാട് പൂക്കളും കായും ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ വളരെ ചെറുപ്പത്തിന് ഒരുപാട് നല്ല ചെറുതായിരിക്കുമ്പം തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ കൊടുക്കാവൂ. നമ്മളത് ശ്രദ്ധിക്കണം. ഇത് കൊത്തമര, പക്ഷെ നല്ല രീതിയിൽ വളർന്നു കേട്ടോ. തറയിൽ വെച്ചപ്പോൾ അതിന് നന്നായിട്ട് വലുപ്പം വെച്ചായിരുന്നു കേട്ടോ. എനിക്കതാണ് അതിശയം. നന്നായിട്ട് എൻ്റെ കൈപ്പത്തിയുടെ ഏകദേശം 3/4 ഭാഗത്തോളം അത് വളർന്നു. പക്ഷേ ഇങ്ങനെ എടുത്തിട്ട് കൂടി അത് തോരൻ വെച്ചപ്പോഴും നമ്മൾ ഈ കട്ട് ചെയ്തപ്പോഴും പിഞ്ചായിരുന്നു. അപ്പോൾ അത് ഇനിയും വലുതാവുമെന്നാണ് തോന്നുന്നത്. പക്ഷേ മുറ്റിപ്പോയോ കൊള്ളില്ലല്ലോ, അതുകൊണ്ട് അതെടുത്തു. അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാവേ. ഞാൻ നേരത്തെ ഇട്ടിരുന്നില്ല എൻ്റെ വിത്ത്, അത് വളർന്നു ഇതുവരെയൊക്കെ എത്തി കേട്ടോ.
അപ്പോൾ ഇനി പ്രത്യേകം എടുത്ത് മാറ്റി നടണോ അത് അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ തന്നെ നിർത്തിയിട്ട് അതിന് കൂടുതലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ നല്ല രീതിയിലൊരു പന്തൽ അതിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് വീട്ടിൽ പറ്റുന്ന രീതിയിൽ ചെറിയ ഒരു വെജിറ്റബിൾ ഗാർഡൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ കള പറിക്കുക എന്നുള്ളൊരു മെയിൻ പണി എനിക്കിപ്പോൾ ഒഴിവായി കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഇതുപോലെ പറ്റുന്നത് കുറച്ചെങ്കിലും വെജിറ്റബിൾ ഗാർഡൻ വീട്ടിൽ ചെയ്യാൻ വേണ്ടി നോക്കണം. ഞാൻ പറഞ്ഞില്ലേ മധുരക്കിഴങ്ങ്, അതിൻ്റെ ഒരു പീസ് ഞാൻ തറയിലും വെച്ചിട്ടുണ്ട്. ഒന്ന് പപ്പായയുടെ ചുവട്ടിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് വളർന്നു വരുന്നു. അതായത് വേറൊരു വഴുതന, പഴയ വഴുതനയാട്ടോ. അതിലിപ്പോൾ ഇതിലൊന്നല്ലേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-5 അതിൽ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ അധ്വാനത്തിന് കിട്ടുന്ന ഫലം. ലൈവിൽ വന്നിട്ട് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെജിറ്റബിളൊക്കെ വെച്ച് അതിൽ നല്ല രീതിയിൽ ഈൽഡൊക്കെ എടുത്തിട്ട് കുടുംബത്തിന് കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നല്ല കാര്യം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടല്ലേ. ഞാൻ എൻ്റെ മിനി കമ്പോസ്റ്റിൽ വന്ന ടൊമാറ്റോ ഇതുപോലെ എനിക്കും പ്രതീക്ഷയുണ്ട് ഞാൻ ഉയർന്നു വരുന്ന. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.